PV അൻവർ MLA പരാതി നാളെ ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യാൻ സാധ്യത. അൻവറിന്റെ ആരോപണങ്ങൾ CPM ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ചർച്ചയാവുകയാണ്. CPMലെ ഒരു വിഭാഗം നേതാക്കൾ നേരത്തെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP എന്നിവർക്കെതിരെ കടുത്ത വിയോജിപ്പ് അറിയിച്ചിരുന്നു. അൻവർ തുറന്നുവിട്ട ആരോപണങ്ങൾ ചെറുതല്ല എന്ന് മുഖ്യമന്ത്രിക്കും നേതാക്കൾക്കും നന്നായി അറിയാം. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ച സന്ദർഭമാണ് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്ന സമയം. നിലവിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും അൻവറിന്റെ ആരോപണങ്ങൾ ചർച്ചയായി മാറുകയാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തെക്ക് നിന്നുള്ള CPM നേതാക്കൾക്ക് സ്വീകാര്യനല്ലായിരുന്നു. ഇപ്പോൾ അൻവർ കൂടി ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ വരുന്ന ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും നേതാക്കൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ചർച്ച ചെയ്യും. എന്നാൽ ADGPക്കെതിരെ അല്ലായിരുന്നു CPMലെ പരാതി. പോലീസ് സംവിധാനം നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ ചില സ്ഥലങ്ങളിൽ പാർട്ടിക്ക് പോലും സ്വീകാര്യമല്ലാത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് വലിയ ആരോപണം ഉയർന്നിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയതോടെ വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ചയാവും. പ്രത്യേകിച്ചും പാർട്ടിയിലെ പിന്തുണയുള്ള ഒരു MLA തന്നെ പോലീസിനെതിരെയും ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ പാർട്ടി നടത്തുന്ന അന്വേഷണം വിരൽ ചൂണ്ടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണെങ്കിലും നടപടിക്രമങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ മാത്രമാണ് ഉണ്ടാകാൻ സാധ്യത. പാർട്ടി നടപടി നേരിട്ട P ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ശരിയായില്ല എന്ന് വാദിക്കുന്ന CPM നേതാക്കന്മാരുമുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് P ശശി പോലീസിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ പാർട്ടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യവും ഒരു വിഭാഗം CPM നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ V ശിവൻകുട്ടി ഇന്ന് ADGPയെ പിന്തുണച്ചെത്തിയത് ശ്രദ്ധിക്കപ്പെടുകയാണ്. ആരോപണ വിധേയനായ ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട നിലപാടാണ് ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. CPI നിലപാട് ADGPക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും എതിരാണ്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആദ്യം ADGPക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചെങ്കിലും പിന്നീട് മയപ്പെടുകയായിരുന്നു. സമ്മേളനങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഉയർന്നുവരുന്ന ആരോപണങ്ങൾക്ക് CPM നേതാക്കൾ മറുപടി നൽകിയേ മതിയാവൂ. ചെലവ് ചുരുക്കി സമ്മേളനങ്ങൾ നടത്തണമെന്ന സംസ്ഥാന നിർദ്ദേശം നിലനിൽക്കുമ്പോൾ പാർട്ടി നിയമിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും പൊളിറ്റിക്കൽ സെക്രട്ടറിയും CPMൽ ഉണ്ടാക്കുന്ന തലവേദന ചെറുതല്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.